പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉന്നാവോ ബലാത്സംഗ കേസിലെ പ്രതിയും ബി.ജെ.പി. നേതാവുമായ കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. CBI നൽകിയ അപ്പീലിലാണ് കോടതി നടപടി. ആ ഉത്തരവിന് സ്റ്റേ ആയിരിക്കുന്നു. അതായത് ശിക്ഷ മരവിപ്പിച്ച ആ നടപടി സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ നടപടി, ഡൽഹി ഹൈക്കോടതിയുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. CBI നൽകിയ അപ്പീലിലാണ് കോടതി നടപടി. അതായത് സെൻഗാറിന് തിരിച്ചടി തന്നെ. സെൻഗാറിനെ ജാമ്യത്തിൽ വിടരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ജാമ്യം അനുവദിച്ചതും സുപ്രീം കോടതി റദ്ദാക്കി. എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് നമ്മൾ കണ്ടതാണ്. അതിജീവിതയുടെയും അമ്മയുടെയും പ്രതിഷേധം. ഒപ്പം അവർ തളർന്നു വീണത്, ജന്തർ മന്ദറിന് മുമ്പിൽ അവർ തളർന്നു വീണതുമൊക്കെ തന്നെ കണ്ടതാണ്. അത് ഈ കുൽദീപ് സിംഗ് സെൻഗാർ ഈ ഒരു സംഭവത്തിന് ശേഷം ഇവരുടെ കുടുംബത്തെ ഭയങ്കരമായി വേട്ടയാടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ചൊവ്വാഴ്ചയാണ് ഈ ഹൈക്കോടതി കുൽദീപ് സിംഗിൻ്റെ ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ഒക്കെ ചെയ്ത ആരോഗ്യ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇയാളുടെ ശിക്ഷ ഇളവിന് ഹർജി നൽകിയത്. ഇപ്പോൾ ആ ഹർജി അല്ലെങ്കിൽ ആ ശിക്ഷ ഇളവ് അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ച ആ നടപടി ഒക്കെ തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് ആ ജാമ്യം അനുവദിച്ചത് റദ്ദാക്കിയിരിക്കുന്നു. ഈ ജീവപര്യന്തം മരവിപ്പിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 2017 സംഭവമാണ്. ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ ആ പശ്ചാത്തലം ഈ ഒരു സമയം വെറുതെ ഒന്ന് നോക്കി പോകണം. കാരണം ഉത്തർപ്രദേശിലെ ഉന്നാവോ മേഖലയിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി. നേതാവും MLA-യുമായ കുൽദീപ് സിംഗ് സെൻഗാർ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇതിലെ ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും അടിത്തറ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത്. ഈ ഒരു സംഭവം അങ്ങനെയാണ് ഉണ്ടായത്. പിന്നീട് റായ്ബറേലിയിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു ഈ പെൺകുട്ടിക്ക്. പോലീസ് കുൽദീപിനെതിരെ പിന്നീട് കേസെടുത്തു. തുടർന്ന് കുൽദീപിനെ ബി.ജെ.പിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ നിരവധി നടപടി കുൽദീപ് സിംഗ് സെൻഗാറും നേരിട്ടിരുന്നു. പക്ഷേ കുൽദീപ് സിംഗ് സെൻഗാറിന് അനുകൂലമായിരുന്നു ഉദ്യോഗസ്ഥർ, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ എന്നുള്ള ആരോപണമൊക്കെ അതിജീവിതയടക്കം ഉയർത്തിയ സാഹചര്യമുണ്ടായിരുന്നു. 2018 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ഈ ബലാത്സംഗത്തിനിരയായ അതിജീവിതയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. ആ കേസിൽ കുൽദീപിനടക്കം 7 പ്രതികൾക്ക് കോടതി 10 വർഷം ശിക്ഷ വിധിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ഓർത്തു പോകേണ്ട ചില നാഴികക്കല്ലുകൾ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി സംബന്ധിച്ച നടപടികൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. 2017 തുടങ്ങിയ സംഭവമാണ്. 2018 ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ അച്ഛൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു സംഭവത്തിലും 10 വർഷം തടവ് ഈ കുൽദീപ് സിംഗ് സെൻഗാറിനടക്കമുള്ള 7 പേർക്കെതിരെ തടവ് ശിക്ഷ 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുൽദീപ് സിംഗ് സെൻഗാറിന് ബി.ജെ.പി. മുൻ MLA ബി.ജെ.പി. പുറത്താക്കി. ആ സംഭവത്തിന് ശേഷം ബി.ജെ.പി. പുറത്താക്കി. ബി.ജെ.പി. മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിനെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ജാമ്യത്തിനായി അപേക്ഷിച്ചത്. അപ്പോൾ ജാമ്യം അനുവദിച്ചു ഡൽഹി ഹൈക്കോടതി. ഒപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഈ ശിക്ഷ മരവിപ്പിക്കുന്ന ഒരു ഉത്തരവ് കൂടി വന്നിരുന്നു. ആ ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് CBI അപ്പീലിലാണ് ഉത്തരവ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം ജാമ്യം റദ്ദാക്കുകയും ചെയ്തു.